വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇനി ഈ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. റോസ്റ്റിന് വേണ്ടി ചെറുതായി അരിഞ്ഞു വെച്ച് 20-25ഓളം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതും ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച 2 മീഡിയം സൈസ് തക്കാളിയും 2 ടീസ്പൂൺ അളവിൽ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും. നന്നായി കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ചേർക്കാവുന്നതാണ്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് ഇതുപോലെ മസാലയെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനെല്ലാം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 6-7 മിനിറ്റ് മതി ഈ ചെമ്മീനെല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ. ഈ സമയം സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ കേട്ടോ. 2 വശവും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ 2 വശവും മൊരിയാനായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി എല്ലാം ഇട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാൻ. ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ചെറിയൊരു ഗോൾഡൻ നിറമാകുന്നവരെ 5-6 മിനിറ്റ് ഇതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് പച്ചമണം പോകുന്നത് വരെ ഇതുപോലെ വഴറ്റി കൊടുത്താൽ മതിയാകും. ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് നമ്മുടെ റോസ്റ്റിനൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയും കൂടിയാണ്. ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് മസാലയുടെ പച്ചമണം പോകുന്നത് വരെ സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ വഴറ്റി കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും തക്കാളി വേവാൻ ആവശ്യമായ 1/2 കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇനി തക്കാളിയെല്ലാം വെന്ത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് ഈ പാൻ ഒന്ന് 2 മിനിറ്റ് അടച്ചു വെക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളി നന്നായി വെന്ത് മസാലയിൽ തക്കാളി എല്ലാം നന്നായി പിടിച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനെല്ലാം മസാലയിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം. മസാലയെല്ലാം ചെമ്മീനിൽ നല്ലതുപോലെ പിടിക്കാനായി 2 മിനിറ്റ് നേരം കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഒരുപാട് ഡ്രൈ ആയി പോകരുത്. ഇത് മതിയാകും. ഇനി ചൂടോടെ വിളമ്പാനായി പാൻ അടച്ച് വെച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.